നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. പരസ്യ പ്രചാരണത്തിന് കലാശക്കൊട്ട്. ഇനിയുള്ള 48 മണിക്കൂർ നിശബ്ദ പ്രചാരണം. കലാശക്കൊട്ടിന് മുന്നോടിയായി UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ 4 ആഴ്ച നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് കലാശക്കൊട്ടായി. ഇടുക്കി മണ്ഡലത്തിൽ തികഞ്ഞ ആത്മവിശ്വാസവുമായി BJP. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രവർത്തനത്തിലും പ്രചരണത്തിലും ഗൃഹസമ്പർക്കത്തിലും മുന്നണികൾക്കൊപ്പം എത്താനായതാണ് BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചത്. വട്ടവട കൊട്ടക്കമ്പൂരിൽ വിതരണം ചെയ്തത് വിവാദ പട്ടയങ്ങളല്ലെന്നും പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി സർക്കാർ ഉദ്യോഗസ്ഥരാണെന്നും ദേവികുളം മുൻ അഡീഷണൽ തഹസിൽദാർ MI രവീന്ദ്രൻ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശബ്ദായമാനമായ പ്രചരണത്തിന് കലാശക്കൊട്ട്. കലാശക്കൊട്ടിൽ നാടും നഗരവും ഇളകിമറിഞ്ഞു. ഇനിയുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചരണത്തിലേക്കും മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികൾ മാറും. കനത്ത മഴയിലും നൂറുകണക്കിന് പ്രവർത്തകരാണ് കലാശക്കൊട്ടിൽ പങ്കെടുക്കുവാനായി തൊടുപുഴ നഗരത്തിലേക്ക് എത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണി വരെയായിരുന്നു പരസ്യ പ്രചാരണത്തിനുള്ള സമയം. വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതിന് 48 മണിക്കൂർ മുമ്പ് പരസ്യ പ്രചാരണം അവസാനിപ്പിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ളത്. ഇനിയുള്ള 48 മണിക്കൂർ സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാം. പൊതുസ്ഥലങ്ങളിൽ ഉച്ചഭാഷണി ഉപയോഗിച്ചുള്ള പരസ്യ പ്രചാരണങ്ങളും കവലപ്രസംഗങ്ങളും ഇനി നടത്തുവാൻ പാടില്ല. ഇനിയുള്ള സമയം പ്രചാരണത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ ഉപയോഗിക്കുന്നതും നിയമലംഘനമാണ്. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നടന്ന കലാശക്കൊട്ടിൽ വിവിധ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പങ്കെടുത്തു. വിവിധ പാർട്ടികൾ നാടൻ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും അലങ്കരിച്ച പ്രചരണ വാഹനങ്ങളും കലാശക്കൊട്ടിന് കൊഴുപ്പേകാൻ എത്തിച്ചിരുന്നു. വിവിധ പാർട്ടി പ്രവർത്തകർ കൂട്ടമായി എത്തുമ്പോൾ സംഘർഷം ഒഴിവാക്കുവാൻ പോലീസ് സുരക്ഷയും കർശനമാക്കിയിരുന്നു. കൊട്ടിക്കലാശം കാണുവാനായി നിരവധി ആളുകളും ഗാന്ധി സ്ക്വയറിലെത്തിയിരുന്നു. 4 മണിയോടെ തുടങ്ങിയ പ്രചാരണ സമാപനം 6 മണിക്ക് സമാപിച്ചു. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന് മൂവാറ്റുപുഴയിൽ ഉജ്ജ്വല വരവേൽപ്പ്. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ പാലക്കുഴ, ആരക്കുഴ പഞ്ചായത്തുകളിലും മൂവാറ്റുപുഴ നഗരസഭയിലുമായി 40-ൽ പരം കേന്ദ്രങ്ങളിലാണ് ഡീൻ വോട്ട് അഭ്യർത്ഥിച്ചത്. നിരവധി നേതാക്കളും പ്രവർത്തകരും ഡീനിനൊപ്പം ഉണ്ടായിരുന്നു. ചിഹ്നത്തിൽ നൽകൂ UDF
ഇടതന്റെ കള്ളക്കളി ഇവിടെ തകരുമ്പോൾ ഇടതന്റെ കള്ളക്കളി ഇവിടെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ 4 ആഴ്ച നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് മാവടിയിൽ നൽകിയ സ്വീകരണത്തോടെ കലാശക്കൊട്ടായി. 3 ലക്ഷത്തോളം പേരോട് നേരിട്ട് ആശയവിനിമയം നടത്തിയും വോട്ട് അഭ്യർത്ഥിച്ചുമാണ് സ്ഥാനാർത്ഥി മുന്നേറിയത്. തിങ്കളാഴ്ച ഉടുമ്പൻചോല മണ്ഡലത്തിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് തുടക്കം. KK ജയചന്ദ്രൻ MLA പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏലത്തോട്ടം തൊഴിലാളികളും ചെറുകിട കൃഷിക്കാരും അടങ്ങുന്ന നിരവധി ആളുകൾ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുവാൻ സ്വീകരണ കേന്ദ്രത്തിലെത്തിയിരുന്നു. ഇടുക്കി മണ്ഡലത്തിൽ തികഞ്ഞ ആത്മവിശ്വാസവുമായി BJP. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രവർത്തനത്തിലും പ്രചരണത്തിലും ഗൃഹസമ്പർക്കത്തിലും മുന്നണികൾക്കൊപ്പം എത്താൻ ആയതാണ് BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചത്. മുൻകാല തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് പ്രവർത്തനത്തിലും പ്രചരണത്തിലും ഗൃഹസമ്പർക്കത്തിലും ഒരേപോലെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇക്കുറി ഇടുക്കിയിലെ BJP നേതൃത്വം. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്കൊപ്പം തന്നെ നിന്നുകൊണ്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനായതും ശ്രദ്ധേയമായി. ഇടുക്കിയിലെ പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളിൽ ആദ്യം പ്രഖ്യാപിച്ച പേരും BJP സ്ഥാനാർത്ഥിയുടേതായിരുന്നു. BJP ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനും കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകനുമായ സാബു വർഗീസ് സ്ഥാനാർത്ഥിയായി എത്തും മുമ്പ് തന്നെ ഇടുക്കിയിലെ പ്രവർത്തനം പാർട്ടി പ്രവർത്തകർ ആരംഭിച്ചിരുന്നു. 3 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയത്. ആദ്യഘട്ടം എന്ന നിലയിൽ മണ്ഡലത്തിലെ പാർട്ടി സംവിധാനങ്ങളെ ശക്തമാക്കുന്നതിനും പ്രധാന പ്രവർത്തകരെയും മണ്ഡലത്തിലെ മറ്റ് പ്രമുഖരെയും സാമൂഹിക സാംസ്കാരിക സാമുദായിക നേതാക്കളെയും നേരിൽ കണ്ട് പിന്തുണ നേടുന്നതിനുമാണ് മുൻഗണന നൽകിയത്. രണ്ടാം ഘട്ടം എന്ന നിലയിൽ എല്ലാ മണ്ഡലത്തിലെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും പൊതുപര്യടന സമയത്ത് എത്തിപ്പെടുവാൻ ബുദ്ധിമുട്ടുള്ള ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ, കോളനികൾ, ആദിവാസി ഊരുകൾ, പ്രമുഖ തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കാണ് രൂപം നൽകിയത്. ഈ ഘട്ടത്തിൽ കൂടുതലായും ചെറു പൊതുയോഗങ്ങളും കുടുംബ കൂട്ടായ്മകളും പ്രവർത്തക യോഗങ്ങളുമാണ് നടന്നത്. പരമാവധി ഒരു മണ്ഡലത്തിൽ 2 ദിവസം എന്ന ക്രമത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തിയിരുന്നു. ഇതിൽ തന്നെ ഒരു ദിവസം നോമിനേഷനായും നീക്കിവച്ചു. കൊക്കിയാർ ഗ്രാമപഞ്ചായത്തിലെ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ സണ്ണിയും കൊക്കിയാർ ഗ്രാമപഞ്ചായത്ത് അംഗവും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ ധർമ്മിഷ്ഠനും പഞ്ചായത്ത് അംഗത്വം രാജിവെച്ച് 100 കണക്കിന് CPM പ്രവർത്തകരോടും അനുഭാവികളോടുമൊപ്പം പാർട്ടി വിട്ട് BJPയിൽ ചേരുന്ന ചടങ്ങിലൂടെയാണ് സാബു വർഗീസിന്റെ ഇടുക്കി ജില്ലയിലെ വിപുലമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ പങ്കെടുത്ത ചടങ്ങിന് മുന്നോടിയായി വൻപിച്ച റാലിയും സംഘടിപ്പിച്ചിരുന്നു. പൊതുവായ പര്യടന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് മാർച്ച് 29 മൂവാറ്റുപുഴയിൽ നിന്നുമാണ്. 11 ദിവസമാണ് പൊതുപര്യടനത്തിനായി നീക്കിവച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ചതും അല്ലാത്തതുമായ നിരവധി കേന്ദ്രങ്ങളാണ് ഓരോ ദിവസവും പിന്നിട്ടത്. 11 ദിവസങ്ങൾ കൊണ്ട് 1000-ലധികം കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി. എല്ലാ കേന്ദ്രങ്ങളിലും നല്ല ജനപങ്കാളിത്തവും സ്വീകരണങ്ങളുമാണ് ലഭിച്ചത്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. ഏപ്രിൽ 3 തൊടുപുഴയിൽ നടന്ന റോഡ് ഷോയും BJP അഖിലേന്ത്യാ സെക്രട്ടറി PK കൃഷ്ണദാസ് പങ്കെടുത്ത പൊതുയോഗവും പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതായിരുന്നു. റോഡ് ഷോ പ്രവർത്തന പങ്കാളിത്തം കൊണ്ടും അച്ചടക്കം കൊണ്ടും ശ്രദ്ധേയമായി. കടുത്ത വേനൽ ചൂടിലും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അണിനിരന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 3 മുന്നണികളും തൊടുപുഴയിൽ സംഘടിപ്പിച്ചതിൽ ഏറ്റവും വലിയ പരിപാടിയും BJPയുടെ റോഡ് ഷോയാണെന്ന് BJP അവകാശപ്പെടുന്നു. ഇത്തരം പ്രചരണ പരിപാടികൾക്കൊപ്പം തന്നെ കുടുംബയോഗങ്ങൾക്കും ഗൃഹസമ്പർക്കത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനും ഇക്കുറി BJP ശ്രദ്ധിച്ചിരുന്നു. ഗൃഹസമ്പർക്ക പരിപാടികൾക്കുള്ള ഗ്രൂപ്പുകളെ നിശ്ചയിക്കുന്നതിനും ബൂത്ത് തല പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിനുമായി എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും നിശാ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് പ്രവർത്തകരെ സജ്ജമാക്കിയിരുന്നു. കൂടാതെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മണ്ഡലം തലത്തിൽ നേതൃത്വം നൽകുന്ന പ്രവർത്തകർക്കായി സംസ്ഥാന തലത്തിൽ തന്നെ ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചിരുന്നു. എല്ലാ തലത്തിലും പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കായി വ്യക്തമായ പരിശീലനവും മാർഗനിർദ്ദേശവും ലഭിച്ചതിനാൽ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെയാണ് ഇക്കുറി മണ്ഡലത്തിൽ BJP കാഴ്ചവെച്ചത്. കലാശക്കൊട്ടിലും BJPയുടെ ശക്തമായ സാന്നിധ്യവും ഊർജ്ജസ്വലമായ പ്രവർത്തനവും ദൃശ്യമായിരുന്നു. BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് PA വേലിക്കുട്ടൻ, ജനറൽ കൺവീനറും ബിനു J കൈമൾ, G കൃഷ്ണൻകുട്ടി, PP ചന്ദ്രശേഖരൻ, PR വിനോദ്, KS സജി, J ജയകുമാർ, KV ജോസഫ്, VV വിനോദ്, സന്തോഷ് അറയ്ക്കൽ, ദിലീപ് മൂവാറ്റുപുഴ, സന്തോഷ് കോതമംഗലം എന്നിവർ സബ് കമ്മിറ്റികളുടെ കൺവീനർമാരുമായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ഇടുക്കി മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇക്കുറി ഇടുക്കിയിൽ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടുക്കിയിലെ BJP നേതൃത്വവും സ്ഥാനാർത്ഥിയും. ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായ സാബു വർഗീസ് മുതലക്കോടത്ത് പ്രചാരണം നടത്തി. നിരവധി പാർട്ടി പ്രവർത്തകർക്കൊപ്പം തുറന്ന വാഹനത്തിലെത്തിയ സ്ഥാനാർത്ഥി നാട്ടുകാരോടും വ്യാപാരികളോടും വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് പതിവ് ശൈലിയിലുള്ള പ്രസംഗവും.
പാർട്ടി പ്രവർത്തകരിൽ ഒരാൾ സ്ഥാനാർത്ഥിയുടെ ഛായാചിത്രം നൽകിയത് കൗതുകത്തോടെയാണ് സ്ഥാനാർത്ഥി നോക്കിക്കണ്ടത്. മുതലക്കുളം ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ ബിജു ബാലകൃഷ്ണൻ, നിയോജകമണ്ഡലം സമിതി അംഗം കെ പി ചന്ദ്രൻ, കെ സി രഞ്ജു, വെങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി രജേഷ് പൂവാശ്ശേരി. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ നിങ്ങൾ ഓരോ വിലയേറിയ വോട്ടുകളും നമ്മുടെ രാജ്യത്തെ ഭരണഘടന നമുക്ക് അനുബന്ധിച്ച് തന്നിട്ടുള്ള നമ്മുടെ രാജാധികാരം വോട്ടവകാശം താമര അടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ 16ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ വോട്ടുകളും നരേന്ദ്രമോദിക്കുള്ള വോട്ടുകളായിരിക്കും. നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനുള്ള വോട്ടുകളായിരിക്കും നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുക. BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സാബു വർഗീസിന് തൊടുപുഴയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. അഞ്ചരി, കുട്ടപ്പൻകവല, ആനക്കയം, ഇഞ്ചിയാനി, തെക്കുംഭാഗം, ആലക്കോട്, പാലപ്പള്ളി തുടങ്ങിയ മേഖലയിൽ BJP പ്രവർത്തകർ ആവേശോജ്വലമായ സ്വീകരണം നൽകിയാണ് അഡ്വക്കേറ്റ് സാബു വർഗീസിനെ വരവേറ്റത്. അതുപോലെ തന്നെ ഇടുക്കി മണ്ഡലത്തിൽ നരേന്ദ്രമോദിയുടെ പ്രതിനിധി എന്ന രീതിയിലാണ് ഞാൻ അവിടെ മത്സരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടുകളും നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വോട്ടുകൾ BJPക്ക് അനുകൂലമായി, താമരയ്ക്ക് അനുകൂലമായി രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ഭാഗങ്ങളിലും ഇന്ന് അമ്മമാരും പെങ്ങന്മാരും കുടങ്ങളുമായി കിലോമീറ്ററുകളോളം നടക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കുടിക്കുവാനുള്ള വെള്ളം നമ്മുടെ ജന്മാവകാശമാണ്. നമ്മുടെ മൗലിക ആവശ്യപ്പെട്ട കുടിവെള്ളം, ആ മൗലിക. വാർത്തകൾ തുടരുന്നു. വട്ടവട കൊട്ടക്കമ്പൂരിൽ വിതരണം ചെയ്തത് വിവാദ പട്ടയങ്ങളല്ലെന്നും പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി പട്ടയ ഉടമസ്ഥനല്ലെന്നും സർക്കാർ ഉദ്യോഗസ്ഥരാണെന്നും ദേവികുളം മുൻ അഡീഷണൽ തഹസിൽദാർ MI രവീന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇടതു സ്വതന്ത്രൻ ജോയ്സ് ജോർജിന്റെ പേരിലുള്ള വിവാദമായ പട്ടയങ്ങൾ തന്റെ കാലത്തല്ല നൽകിയതെന്നും രവീന്ദ്രൻ പറഞ്ഞു. കൊട്ടാക്കമ്പൂർ വില്ലേജിൽ കയ്യേറ്റക്കാരുടെയും വ്യാജപ്പട്ടയങ്ങളുടെയും കുപ്രസിദ്ധിയാർജ ഒരു നാടാണ് എന്നാണ് വിവാദമായിട്ട് വരുന്നത്. ഇടുക്കി ജില്ല, പ്രത്യേകിച്ച് ലോകമെമ്പാടും അറിയപ്പെടുന്ന മൂന്നാറെല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. വളരെ പ്രശസ്തമായ ഇടുക്കി ജില്ലയിൽ കുപ്രസിദ്ധമായ രീതിയിൽ ചില ഭാഗങ്ങളിൽ നിന്ന് ഇടുക്കി ജില്ലയിലെ പ്രദേശങ്ങളെയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലെയും തരം താഴ്ത്താനുള്ള ഒരു നീക്കം ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ വേദിയിൽ വന്നത് ദേവികുളം താലൂക്കിൽ 1998 മുതൽ 2000 വരെ പട്ടയം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ ജില്ലാ കളക്ടർ നിയോഗിച്ചിരുന്നു. അപ്പോൾ കൊട്ടാക്കമ്പൂർ ഉൾപ്പെടെ 9 വില്ലേജുകളിലായിട്ടാണ് പട്ടയം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 1998 ദേവികുളം താലൂക്ക് ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റി ശുപാർശ ചെയ്ത് ജില്ലാ കളക്ടറുടെ അംഗീകാരം വാങ്ങിയത്. അപ്പോൾ ഏതാണ്ട് 9 വില്ലേജുകളിലായിട്ട് 10,500ഓളം ഏക്കർ ഭൂമിക്ക് പട്ടയം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 1998 ജില്ലാ കളക്ടർ അനുവാദം തന്നിട്ടുണ്ട്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന് പിന്തുണ നൽകുമെന്ന് PC തോമസ് വിഭാഗം KTUC നേതാവ് തങ്കച്ചൻ വടക്കേൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെടുത്തുന്ന തീരുമാനമാണ് ഇടുക്കിയിലെ നേതൃത്വം സ്വീകരിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു. MT മോഹനൻ, ജോമോൻ കണകാലിൽ, ജോർജ് കുട്ടി, സജി മുകളേൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UDFിൻ്റെ സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇടുക്കി മണ്ഡലം, പാർലമെൻറ്റ് മണ്ഡലം PC തോമസ് സാറിന് അർഹപ്പെട്ട സീറ്റായിരുന്നെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുമായിട്ടുള്ള ഒരു അവിഹിത ബന്ധത്തിൻ്റെ ഫലമായിട്ടാണ് ഇടുക്കിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ജോയ്സ് ജോർജിൻ്റെ വരവ്. അതിലുള്ള ഞങ്ങളുടെ പ്രതിഷേധവും അതിലുപരിയായിട്ട് ഇന്ത്യയുടെ ഭരണം വർഗീയ ശക്തികളുടെ കൈകളിൽ എത്തിപ്പെടാണ്ടിരിക്കുന്നതിനും നിലവിൽ UPA ഗവൺമെൻറ് ഉണ്ടാകുന്നതിനും കോൺഗ്രസിൻ്റെ വിജയത്തിനും
വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒരു റീസൺ കൂടിയുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. പരസ്യ പ്രചാരണത്തിന് കലാശക്കൊട്ട്. ഇനിയുള്ള 48 മണിക്കൂർ നിശബ്ദ പ്രചാരണം. കലാശക്കൊട്ടിന് മുന്നോടിയായി UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ 4 ആഴ്ച നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് കലാശക്കൊട്ടായി. ഇടുക്കി മണ്ഡലത്തിൽ തികഞ്ഞ ആത്മവിശ്വാസവുമായി BJP. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രവർത്തനത്തിലും പ്രചരണത്തിലും ഗൃഹസമ്പർക്കത്തിലും മുന്നണികൾക്കൊപ്പം എത്താനായതാണ് BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചത്. വട്ടവട കൊട്ടക്കമ്പൂരിൽ വിതരണം ചെയ്തത് വിവാദ പട്ടയങ്ങളല്ലെന്നും പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി സർക്കാർ ഉദ്യോഗസ്ഥരാണെന്നും ദേവികുളം മുൻ അഡീഷണൽ തഹസിൽദാർ MI രവീന്ദ്രൻ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക. www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.